ഹലോ, ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പറമ്പിലോട്ടൊന്ന് പോകാവേ. അവിടെ ഒരു നാരങ്ങ നിൽപ്പുണ്ട്. അതിലൊരു 3-4 നാരങ്ങ പഴുത്ത് കിടപ്പുണ്ട്. കമ്പിളി നാരങ്ങ. ഞങ്ങളൊക്കെ ഇവിടെ കമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാവുന്നിടത്തോണ്ട് പോവാം. 2-3 എണ്ണം പഴുത്ത് കിടപ്പുണ്ട്. നല്ലതാണ് കഴിക്കാനായിട്ട്. ചിലപ്പോൾ പുളി ഉണ്ടായിരിക്കും. ഇത്തവണ എങ്ങനെയാണെന്ന് ഇത്തവണ വലിയ വലിപ്പമൊന്നും വെച്ചില്ല, ചെറുതായിട്ടാണേ. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാണ്. പറമ്പ് നിറയെ അപ്പടി കാടായിട്ട് കിടക്കുക. ഇതുകൊണ്ട് അപ്പടി കാടാണേ. ഇനി അതെല്ലാം ഒന്ന് തെളിക്കണം. റബ്ബറൊക്കെ ഒന്ന് തെളിച്ചെടുക്കണമെങ്കിൽ പള്ളയെല്ലാം വെട്ടിക്കളയണം. അപ്പോൾ ഏട്ടനാണ്ട് നാരങ്ങ പറിച്ചുകൊണ്ടിരിക്കുക. ഒരെണ്ണം താഴെ പോന്നു, രണ്ടാമത്തേത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തേതും കിട്ടി. കണ്ടോ, ഇത്രയും വലിപ്പമുള്ളേ. നേരത്തേക്കത് വലിയതാവുമായിരുന്നു, ഇപ്പം അത് ചെറുതാണ്. നേരത്തെ നല്ല ചുമന്ന കളറായിരുന്നു അകം. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കുമ്പോഴത്തേന് വെള്ള കളറിലാണ് കിട്ടി. നേരത്തെയൊക്കെ ചുമന്ന കളറായിരുന്നു, നല്ലതായിട്ട് പഴുത്ത്. ഇപ്പം പഴുത്താലും അധികം ചുമക്കാറില്ല. അങ്ങനെ നാരങ്ങയൊക്കെ പറിച്ചു. ഒരെണ്ണം കൂടെ കിട്ടാണ്ട്, 2 എണ്ണമാണ് കിട്ടിയുള്ളൂ. ആകെ 4 എണ്ണമാണ് കിടന്നത്. അതിൽ ഒരെണ്ണം പച്ചയായിരുന്നു, ബാക്കി 3 എണ്ണം പറിച്ചു. മൂന്നാമത്തേതും പോന്നു. അത് 3 പറിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം താത്തി വെക്കുക. തോട്ടി അതെല്ലാം താഴത്തോട്ട് താത്തി അതിനുള്ളിലേക്കാക്കി. എന്നിട്ടിപ്പോൾ നാരങ്ങ എല്ലാം എടുക്കുവേ. കാണിച്ചു തരാം നിങ്ങളെ. ഇത് 3 നാരങ്ങ നമുക്ക് കിട്ടി. ആ 3 നാരങ്ങയും ഏട്ടൻ്റെ കയ്യിലുണ്ട്. കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ നാരങ്ങ. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ. അപ്പം നമുക്ക് അവിടെ ഇരിപ്പുണ്ട്, അപ്പാടെ കൊണ്ട് കൊടുക്കാം. അപ്പം അതെല്ലാം സൈഡിലോട്ടെല്ലാം ഓരോ വരയായിട്ട് ഇട്ടിട്ട് കണ്ട ഇങ്ങനെ പെട്ടെന്ന് പൊളിച്ചെടുക്കാം. അങ്ങനെ അതെടുത്ത് ഏട്ടനൊരെണ്ണം കൊടുത്ത് നമുക്ക് നോക്കാം എന്നാ അഭിപ്രായം പറയുന്നത്. തിന്നിട്ട് സൂപ്പറാന്ന് പറഞ്ഞ്, ഭയങ്കര പുളിയാന്നും പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞ് കൊള്ളാമായിരുന്നെന്നും പറഞ്ഞു. അങ്ങനെ എനിക്കും തരാൻ പറഞ്ഞ് നിൽക്കുക. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.